ഒരു വട്ടം കൂടിയെന്നോർമകൾ മേയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം. ഒരു വട്ടം കൂടിയെന്നോർമകൾ മേയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം. തിരുമുറ്റത്തൊരു കോണിൽ നിൽക്കുന്നൊരാ നെല്ലി മരമൊന്നുലുത്തുവാൻ മോഹം. മരമൊന്നുലുത്തുവാൻ മോഹം. മണിയടിച്ചാൽ മഴവെള്ളപ്പാച്ചല് പോലെയെന്ന് മാധ്യമങ്ങൾ എഴുതിയ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു പാനൂർ ഹൈസ്കൂളിന്. അതിലെ കുറച്ചു മഴത്തുള്ളികൾ ഇന്ന് ഒത്തുകൂടി. അതെ, 1984 പാനൂർ ഹൈസ്കൂൾ SSLC ബാച്ചിന്റെ നേതൃത്വത്തിൽ നടത്തിയ കുടുംബ സംഗമം ചങ്ങാതിക്കൂട്ടം 84 നവ്യമായ അനുഭൂതിയാണ് സമ്മാനിച്ചത്. ഓർമ്മകളോടിക്കളിക്കുവാനെത്തുന്നു മുറ്റത്തെ ചക്കരമാവിൻ ചുവട്ടിൽ. മുറ്റത്തെ ചക്കരമാവിൻ ചുവട്ടിൽ. കളിക്കുവാനെത്തുന്നു. നീണ്ട 40 വർഷങ്ങൾക്ക് ശേഷമുള്ള ഒത്തുചേരൽ. കൈപിടിച്ചും കലഹിച്ചും നടന്ന സ്കൂൾ വരാന്ത. അറിവിന്റെ ആദ്യാക്ഷരങ്ങൾ പകർന്നു നൽകിയ പ്രിയ ഗുരുനാഥന്മാർ. എവിടെ തിരിഞ്ഞു നോക്കിയാലും ഓർമ്മകളുടെ വസന്തകാലമാണ് ഇവിടെ മുഴുവൻ. വീണ്ടും വീണ്ടും എന്തിനു വെറുതെ ഓർമ്മയിൽ SSLC ബാച്ചിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. നാടിന്റെ സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ, കലാമേഖലകളിൽ ഒട്ടനവധി വ്യക്തിത്വങ്ങളെ സംഭാവന ചെയ്യാൻ ഇവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഡെപ്യൂട്ടി കളക്ടർ മുതൽ ജനപ്രതിനിധികൾ, ബിസിനസ്സുകാർ, മാധ്യമ പ്രവർത്തകർ, അങ്ങനെ സമൂഹത്തിന്റെ സർവ്വ മേഖലകളിലും ഒട്ടനവധി വ്യക്തിത്വങ്ങളെ ഇവർ സമ്മാനിച്ചിട്ടുണ്ട്. കാലയവനികക്കുള്ളിൽ മറഞ്ഞുപോയ പ്രിയ ഗുരുക്കന്മാരെയും പ്രിയപ്പെട്ടവരെയും ഓർത്തെടുത്ത് സ്മരണകൾ പുതുക്കിയാണ് ചങ്ങാതിക്കൂട്ടം 84 തുടക്കം കുറിച്ചത്. ഗുരുർ ബ്രഹ്മ ഗുരുർ വിഷ്ണു ഗുരുർ ദേവോ മഹേശ്വര. അറിവിൻ പ്രകാശമേ നിറയൂ നീ ഞങ്ങളിൽ, കരളിൽ നിന്നിരുൾ മായട്ടെ. വിടരാൻ വിതുമ്പുമി മുകുളങ്ങളിൽ തുളുമ്പിടട്ടെ. തളരാതെ നേരിന്റെ വഴിയിൽ നടന്നിടാൻ തണലേകി നിന്നിടണം. ചങ്ങാതിക്കൂട്ടം 84 കുടുംബ സംഗമം KP മോഹൻ MLA ഉദ്ഘാടനം ചെയ്തു. പൂർവ്വ വിദ്യാർത്ഥി സംഗമം 84 ബാച്ചിലെ SSLC ബാച്ചിലെ കുട്ടികളാണ് ഇന്നിവിടെ വിവിധ മേഖലകളിൽ പ്രവർത്തിച്ചുകൊണ്ട് അവരതിനുശേഷം മറ്റ് ഉയർന്ന വിദ്യാഭ്യാസത്തിലേക്ക് പോയി. ഉയർന്ന വിദ്യാഭ്യാസം കഴിഞ്ഞ് വലിയ സ്ഥാനങ്ങളിലേക്ക് എത്തി. ഇവിടെ പറഞ്ഞ പോലെ ഡെപ്യൂട്ടി കളക്ടർ അടക്കമുള്ള മറ്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അടക്കമുള്ള പ്രമുഖ ക്രിമിനൽ അഭിഭാഷകൻ അടക്കമുള്ള അങ്ങനെ ഒട്ടേറെ, ഞാനതിൻ്റെ വിശദാംശങ്ങളിൽ കടക്കുന്നില്ല, വിവിധ മേഖലയിലും അതോടൊപ്പം തന്നെ
മറ്റ് വ്യാപാര രംഗത്ത് പ്രമുഖരായിക്കൊണ്ട് അന്യ രാജ്യങ്ങളിലൊക്കെ തന്നെ പോയി വ്യാപാരം ചെയ്തു കൊടുത്തുകൊണ്ട് ഉന്നത നിലവാരത്തിലേക്ക് പോവുകയും എല്ലാറ്റിലും ഉപരി ഇവിടെ നമ്മുടെ റംല ടീച്ചർ അടക്കമുള്ള ആളുകളെ പോലുള്ള ആളുകളായിട്ട് മാറുകയും ആദ്യത്തെ ചെയർമാനായിരുന്നു പാനൂർ മുനിസിപ്പാലിറ്റിയുടെ. അങ്ങനെയുള്ള ഒട്ടേറെ മേഖലകളിൽ പ്രവർത്തിച്ചുകൊണ്ട് മുന്നോട്ട് പോകും. അതുകൊണ്ട് അത് ഞാൻ സൂചിപ്പിക്കാൻ പ്രധാനപ്പെട്ട കാരണം ഒരുപാട് അനുഭവ സമ്പത്തുള്ളവരാണ് നിങ്ങളൊക്കെ തന്നെ. സംഘാടക സമിതി കൺവീനർ പ്രഭാകരൻ AP അധ്യക്ഷത വഹിച്ചു. രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ നമ്മുടെ മുനിസിപ്പാലിറ്റിയുടെയും അല്ലെങ്കിൽ അതുപോലുള്ള ഓരോ സ്ഥാപനങ്ങളുടെയും അധിപന്മാരാകുവാൻ പോലും 84 ബാച്ചുകാർക്ക് കഴിഞ്ഞു എന്നത് 84 ബാച്ചുകാരായ നമ്മുടെ ഒരു അഹംഭാവമായി ഞങ്ങൾ ഇവിടെ ചിത്രീകരിക്കുകയാണ്. അത്രയും ആത്മാർത്ഥതയോടുകൂടി സമൂഹത്തിൻ്റെ വ്യത്യസ്ത തുറകളിൽ പ്രവർത്തിച്ച നമ്മുടെ എല്ലാ സഹപ്രവർത്തകരെയും ഒരു കുടക്കീഴിൽ എത്തിക്കുക എന്ന കഠിന പ്രയത്നം ചെയ്ത പ്രശസ്ത സാഹിത്യകാരൻ A. യതീന്ദ്രൻ മാസ്റ്റർ മുഖ്യ പ്രഭാഷണം നടത്തി. പാനൂർ നഗരസഭാ കൗൺസിലർ PK പ്രവീൺ ഗുരുനാഥന്മാർക്കുള്ള ആദരവ് കൈമാറി. കേരള സംസ്ഥാനത്ത് പോലും ഇത്രയധികം ഒരു കൂട്ടായ്മ സംഘടിപ്പിച്ച വേറൊരു സ്ഥലമില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. കാരണം ഏറ്റവും കൂടുതൽ കൂട്ടായ്മ സംഘടിപ്പിച്ചത് പാനൂരാണ്. പാനൂരിൻ്റെ ആ കൂട്ടായ്മ സൗഹൃദത്തിൻ്റെ, സന്തോഷത്തിൻ്റെ, സ്നേഹത്തിൻ്റെ കൂട്ടായ്മയായി എന്നും നിലനിൽക്കണം. അത് മാത്രമാണ് പറയാനുള്ളത്. സ്മരണികയുടെ പ്രകാശനം ഡെപ്യൂട്ടി കളക്ടർ രഞ്ജിത്ത് TV കൃഷിവകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ CK മോഹനന് കൈമാറിക്കൊണ്ട് ഉദ്ഘാടനം ചെയ്തു. പിന്നീട് ഇങ്ങനെ ഒരു സംഗമം വളരെ ബൃഹത്തായ രീതിയിൽ സംഘടിപ്പിക്കുക എന്ന ഒരു ഉദ്ദേശം അന്ന് നമ്മൾ മനസ്സിൽ കൊണ്ട് നടക്കുകയും അത് വളരെ നല്ല രീതിയിൽ നമുക്കിതിവിടെ നടത്താൻ ആരംഭിക്കാൻ കഴിയുകയും ചെയ്തിട്ടുണ്ട്. തുടർന്ന് പ്രമീള ടീച്ചർ, KK സുധീർ കുമാർ, രഞ്ജിത്ത് TV, CK മോഹനൻ, സജീവ് കുമാർ KK, C സുനിൽകുമാർ, ലത്തീഫ് KK തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ചടങ്ങിന് പാനൂർ നഗരസഭയുടെ പ്രഥമ വനിതാ ചെയർപേഴ്സൺ KV റംല ടീച്ചർ സ്വാഗതം പറഞ്ഞു. നമ്മളെ പഠിപ്പിച്ച അധ്യാപകരോടൊപ്പം ഇവിടെ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി എല്ലാവരും പരിശ്രമിക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് ഏതാണ്ട് 90% പേരെ 84 ബാച്ചിലുണ്ടായിരുന്ന 90% പേരെ കണ്ടെത്താൻ സാധിച്ചു. തുടർന്ന് ഗുരുനാഥന്മാരുടെ അനുഗ്രഹ ഭാഷണവും ഉണ്ടായിരുന്നു. സ്വാഗത സംഘം ചെയർമാൻ AP അഷ്റഫാണ് ചടങ്ങിന് നന്ദി പ്രകാശിപ്പിച്ചത്. തുടർന്ന് ചങ്ങാതിക്കൂട്ടം കുടുംബാംഗങ്ങളുടെ കലാ കായിക മത്സരങ്ങൾ, ഗാനമേള, നൃത്യങ്ങൾ എന്നിവയും ഉണ്ടായിരുന്നു. ജാനു തമാശകൾ, മട്ടന്നൂർ ശിവദാസനും ശാർങ്ങന്തരൻ കൂത്തുപറമ്പും അവതരിപ്പിച്ച മിമിക്സ്, അങ്ങനെ എല്ലാം കൊണ്ടും ഹൃദയത്തോട് ചേർത്ത് പിടിക്കാൻ കഴിയുന്ന ഒരു ദിനമാണ് ചങ്ങാതിക്കൂട്ടം സമ്മാനിച്ചത്. ഈദ്, വിഷു ഫെസ്റ്റും ഗുരുവന്ദനവും കലാപരിപാടികൾക്കും ശേഷം അവർ മടങ്ങി. വീണ്ടും കാണാമെന്ന ശുഭപ്രതീക്ഷയോടെ സമഗ്ര ന്യൂസ് പാനൂർ.